പ്രിയപ്പെട്ടവരെ നമസ്കാരം. മെയ്യഴകൻ, കാർത്തി, അരവിന്ദ് സ്വാമി, രാജ് കിരൺ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി പ്രേംകുമാർ സംവിധാനം ചെയ്ത പുതിയ തമിഴ് സിനിമയാണ് മെയ്യഴകൻ. പ്രേംകുമാറിൻ്റെ ഇതിനു മുമ്പുള്ള സിനിമ 96 വളരെ ജനപ്രിയം നേടിയ ഒരു സിനിമയായിരുന്നു. മെയ്യഴകൻ എന്ന സിനിമയും ഏതാണ്ടൊക്കെ ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന സിനിമയാണ്. സിനിമ ഏകദേശം 3 മണിക്കൂറാണ്. എന്നാൽ ഇടയ്ക്ക് എപ്പോഴോ ഒരു ചെറിയ ലാഗ് ഫീൽ ചെയ്യുമെങ്കിലും സിനിമ ഓവറോൾ മനോഹരമാണ്. ജയപ്രകാശ്, കരുണാകരൻ, ഹേമാദർശിനി, ശ്രീദിവ്യ, സ്വാതി, ഇളവരശി എന്നിവരും ഈ സിനിമയിൽ അപ്രധാനമല്ലാത്ത വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ചില സാമ്പത്തിക പരാധീനതകൾ കാരണം കുടുംബസമേതം പിറന്ന ഗ്രാമം വിട്ട് പട്ടണത്തിലേക്ക് വാടകയ്ക്ക് പോകേണ്ടി വരുന്ന അരുൾമൊഴി എന്ന അരവിന്ദ് സ്വാമിയുടെ കൗമാരം. വീണ്ടും ഒരിക്കൽ കൂടി അതേ നാട്ടിലേക്ക് ഇളയച്ചൻ്റെ മകളുടെ കല്യാണത്തിനെ ജനിച്ച ഗ്രാമത്തിലേക്കുള്ള യാത്രയും കല്യാണ വീട്ടിൽ കണ്ടുമുട്ടുന്ന പുതിയ ഒരു കഥാപാത്രവും അതെല്ലാം കണക്ട് ചെയ്യുന്ന സംഭവങ്ങളുമാണ് സിനിമ. അത്യാവശ്യം സ്വാഭാവികമായ തമാശകളിലൂടെ മുന്നോട്ട് പോകുന്ന സിനിമ നല്ലൊരു ഫീലാണ് നമുക്ക് തരിക. ജനിച്ച നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോയ ഏതൊരാൾക്കും ഈ സിനിമ ഒത്തിരി ഫീൽ ചെയ്യും. അല്ലാത്തവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും ഈ സിനിമ. മറ്റൊരു കാര്യം, നമ്മൾ തമിഴ് സിനിമയ്ക്ക് പോകുമ്പോഴുള്ള ഒരു മുൻധാരണയുണ്ട്. നല്ല ഫൈറ്റ്, നല്ല ഡാൻസ്. പക്ഷെ ഇതൊന്നും പ്രതീക്ഷിച്ച് ആരും തിയേറ്ററിലേക്ക് പോകുകയോ വേണ്ട. സത്യം പറഞ്ഞാൽ തമിഴ് സിനിമകൾക്ക് ഒരു അപവാദമാണ് മെയ്യഴകൻ എന്ന ഈ സിനിമ. മലയാളത്തിൽ ബ്ലസ്സിയുടെ സിനിമകൾ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീലാണ് മെയ്യഴകൻ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത്. കല്യാണ വീട്ടിൽ കണ്ടുമുട്ടുന്ന അപരിചിതനായ പരിചിതനാണ് കാർത്തി കൈകാര്യം ചെയ്യുന്ന മെയ്യഴകൻ എന്ന കഥാപാത്രം. അവസാന സീനിലെത്തുമ്പോൾ നമ്മൾ ആകെ കൺഫ്യൂഷനാകും. കാർത്തിയുടെ കഥാപാത്രം സത്യമാണോ അതോ അരവിന്ദ് സ്വാമി ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ വെറും തോന്നലുകളാണോ എന്നൊക്കെയുള്ള ഒരു ഭയങ്കര കൺഫ്യൂഷനിൽ അവസാനത്തെ ചില സീനുകളിൽ നമ്മെ കണ്ണ് നനയിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സിനിമ. ഈ സിനിമക്കൊപ്പം നമ്മെ സഞ്ചരിപ്പിക്കാനും നമ്മളെയും കല്യാണ വീട്ടിലെ ഒരു ക്ഷണിക്കപ്പെട്ട അതിഥിയാക്കാനും ഈ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. അതൊരു കൈയടക്കമുള്ള സംവിധായകൻ്റെ കഴിവ് തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഗോവിന്ദ് വസന്തയുടെ സംഗീതമാണ്. ഈ സിനിമയിലെ ഓരോ സീനും പ്രേക്ഷകന് എത്രത്തോളം പ്രിയപ്പെട്ടതാകുന്നുവോ അത്രത്തോളം തന്നെ ഈ സീനോടൊപ്പമുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും നമ്മൾ ഒത്തിരി ആസ്വദിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തമാശകളൊന്നും ഈ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതല്ല. ഓരോ സീനിലും സ്വാഭാവികമായി വന്നു പോകുന്ന തമാശകളാണ്. സൂര്യയും ജ്യോതികയും ചേർന്ന് നിർമ്മിച്ച മെയ്യഴകൻ എന്ന ഈ സിനിമ എന്തായാലും കുടുംബസമേതം കാണാൻ കൊള്ളാവുന്ന ഒരു നല്ല സിനിമയാണ്. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എൻ്റെ ഈ വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് എഴുതിയിടുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു സിനിമ വിശേഷവുമായി കാണും വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.